IPL ഒരു പുതിയ ടീമിൽ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ IPL നന്നായിട്ട് കളിക്കണം, അവർക്ക് വേണ്ടി മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇപ്പോൾ അവിടെയാണ് മനസ്സുള്ളത്. അതെ 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 വലിയ ഒരു ഉറപ്പായിട്ടും നല്ല കുറച്ച് വിഷമിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് പോയത്. അപ്പോൾ വിചാരിച്ച പോലെ ആ ഒരു സപ്പോർട്ടും ഇത്രയും എനർജിയും ഇത്രയും പ്രാർത്ഥന നൽകുന്ന ഒരു ആൾക്കാരുടെ ഫ്രണ്ടിൽ നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തിലാണ് പോയത്. പക്ഷെ അതിനെക്കാട്ടിയും വലിയൊരു സംഭവമാണ് മുകളിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടിയതിൽ വലിയ സന്തോഷം. അത് തിരിച്ചു വന്നപ്പോൾ ആ ഒരു എനർജിയും ആ ഒരു സപ്പോർട്ടും ആ ഒരു പോസിറ്റീവായിട്ട് എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ട്. അപ്പോൾ അത് സിനിമയിലൊക്കെ പറയില്ല, ഇത് നമ്മുടെ വിജയമാണെന്നൊക്കെ പറയില്ല, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെ, അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. ഇപ്പോൾ അതെ, ഉറപ്പായിട്ടും മൈബായിട്ട് നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ടീമിൽ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് 2 മാസം ഒന്നിച്ച് ഒരു ടീമിൽ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ വിളിക്കുമ്പോഴും ഇടയ്ക്ക് കാണുമ്പോഴും കുറെ നല്ല പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ഒരു 2 മാസം ഒരു ടീമിന്റെ കൂടെ ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നേരിട്ട് കാണുകയും നേരിട്ട് കുറെ പുള്ളി എങ്ങനെയാണ് ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതും പുള്ളി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതെല്ലാം നേരിട്ട് കണ്ട് പഠിക്കാനും അങ്ങനത്തെ ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ചോദ്യം എന്റെ അടുത്താണ്. ഇല്ല, നമ്മളായിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ, തലയും വാലും ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളായിട്ട് പോയാൽ മതി. ഇപ്പൊ തന്നെ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഏത് രീതിയിലാണ് കളിനെ കാണുന്നത്, എങ്ങനെയാണോ പുറത്ത് ഗ്രൗണ്ടിൽ ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് ഉള്ളത്, ആ സെയിം രീതിയിലായിരിക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ബാക്കി ഫാൻസിന്റെയും നാട്ടുകാരുടെയും ഓരോ സന്തോഷമില്ല, അവർക്ക് എങ്ങനെ വേണോ വിളിക്കാം.